ഈ ആയത്തിന്റെ വിവർത്തനം ഇപ്രകാരമാണ്: എന്റെ ദാസർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ അടുത്തുതന്നെയാണ്. ദുആ ചെയ്യുന്നവർ എന്നെ വിളിക്കുമ്പോൾ അവരുടെ ദുആക്ക് ഞാൻ മറുപടി നൽകുന്നതാണ്. അതിനാൽ അവരും എന്റെ വാക്കുകൾക്ക് ഉത്തരം നൽകേണ്ടതാണ്, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്, അവർക്ക് നേർമാർഗം ലഭിക്കുന്നതിന് വേണ്ടി. അനുഗ്രഹീത റമദാൻ മാസം വന്നു, 2 പത്തുകൾ കഴിയുകയും ചെയ്തു. ഈ 20 ദിവസം പെട്ടെന്ന് പിന്നിടുകയുണ്ടായി, അതിശീഘ്രം കഴിഞ്ഞുകിടക്കുകയുണ്ടായി. അവസാനത്തെ 10 തുടങ്ങിയിരിക്കുകയാണ്. റമദാനിലെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനായി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള പല കത്തുകളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുലാഖാത്ത് വേളയിലും ജനങ്ങൾ ഇത് പറയാറുണ്ട്. റമദാനിൽ നിന്നും കൂടുതൽ കൂടുതൽ പ്രയോജനമെടുക്കാൻ എങ്ങനെ കഴിയുമെന്ന ചിന്ത എപ്പോഴും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു അഹ്മദിക്ക് ഇങ്ങനെയുള്ള ചിന്തയില്ലെങ്കിൽ വാഗ്ദത്ത മഹ്ദി മസീഹിനെ സ്വീകരിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം തന്നെ ഫലശൂന്യമായി തീരുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിനായിട്ടാണ് ആഗതനായിരിക്കുന്നത്. സൃഷ്ടിയെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുന്ന വിപ്ലവമാണ് വരുത്താൻ ആഗ്രഹിച്ചത്. അത് നമ്മുടെ ചിന്താധാരയെ ദൈവവുമായി ഒരു ബന്ധം ഉണ്ടാക്കണം എന്നതിലേക്ക് തിരിച്ചുവിടുന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിലവാരം ഉയർത്തുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതായിരിക്കണം. നമ്മുടെ ആത്മീയ നിലവാരം ഉയർത്തുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതായിരിക്കണം. നമ്മുടെ അവസ്ഥയിൽ പവിത്രമായ മാറ്റം വരുത്തുന്നതിന് സ്വയം ഒരാത്മാ പരിശോധന നടത്തുന്നതിലേക്ക് നാം ശ്രദ്ധിക്കുന്നവരായിരിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കരസ്ഥമാക്കുന്നതിനായി നാം ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നതിലേക്കും നമ്മെ ചിന്തിപ്പിക്കുന്നതായിരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ഈ കാലഘട്ടത്തെ ഇമാമിനെ സ്വീകരിച്ചിരിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നവരായി നാം മാറുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിവിധ മാർഗങ്ങളിലൂടെ അല്ലാഹു വിവരിച്ച നന്മകൾ കരസ്ഥമാക്കുന്നതിലേക്ക് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നത് അല്ലാഹുവിന്റെ വലിയ ഔദാര്യമാണ്. ഈ അവസരങ്ങളിൽ അതീവ പ്രാധാന്യവും ശ്രേഷ്ഠവുമായ ഒരവസരമാണ് അനുഗ്രഹീത റമദാൻ. അനുഗ്രഹീത റമദാനിൽ നമ്മിൽ ഒരു മാറ്റം വരുത്തണം എന്ന ചിന്ത നമ്മിൽ ഉണ്ടാകുന്നതും
അതിനായി പരിശ്രമിക്കുന്നതും തീർച്ചയായും നമ്മുടെ സൗഭാഗ്യം തന്നെയാണ്. നമ്മുടെ പരിശ്രമങ്ങൾ വിജയിക്കുന്നത് അത് കരസ്ഥമാക്കാനായി അള്ളാഹു പറഞ്ഞു തന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം സ്വയം നിർമ്മിത മാർഗങ്ങളിലൂടെ റമദാനിൽ നിന്ന് ഫലമെടുക്കാൻ സാധ്യമല്ല. മുമ്പ് ഒരു ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ നോമ്പെടുത്തതുകൊണ്ട് മാത്രമോ ബാഹ്യമായ നമസ്കാരം അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രമോ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാകുന്നതല്ല. ഈ ബാഹ്യമായ കർമ്മങ്ങളും നിർബന്ധം തന്നെയാണ്. ഈ കർമ്മങ്ങൾ തീർച്ചയായും വേണം. അത്താഴം കഴിക്കലും നോമ്പ് തുറക്കലും എല്ലാം നിർബന്ധം തന്നെ. ഇതില്ലാതെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. കാരണം ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് അള്ളാഹു തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ ബാഹ്യമായ പ്രവർത്തനങ്ങൾ നിർബന്ധ കടമകളിൽപ്പെട്ടത് തന്നെയാണ്. ഇത് നിർവഹിക്കാത്തവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്നവരാണ്. ദിക്റിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ചില ദിക്റുകൾ മാത്രം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറയുന്നവർ തികച്ചും കളവാണ് പറയുന്നത്. സൃഷ്ടാവിനോടുള്ള ആരാധന ലക്ഷ്യം പൂർത്തിയാകുന്നു എന്നും അവർ പറയുന്നു. ഇത് ശരിയല്ല. ഇത് ലഭിക്കണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധ ചര്യയിലൂടെ കാണിച്ചു തന്നതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളതുമായ എല്ലാ കർമ്മങ്ങളും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതാണ്. എന്നാൽ ഈ ബാഹ്യമായ കർമ്മങ്ങളോടൊപ്പം തങ്ങളുടെ ഹൃദയത്തിൽ പവിത്രമായ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ ഉന്നത നിലവാരം നിലനാട്ടാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇത് ചെയ്യണമെന്നും വ്യക്തമായ കൽപ്പനയുള്ളതാണ്. അതുകൊണ്ട് ഇത് കരസ്ഥമാക്കാനും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇത് കരസ്ഥമാക്കാൻ നമ്മിൽ ഒരു ആവേശം ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ ഓതിയ ആയത്തിൽ അള്ളാഹു അവന്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള മാർഗമാണ് വിവരിച്ചു തന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി തീരുന്ന ആ സ്ഥാനത്തിലേക്ക് ഇത് വഴികാട്ടിത്തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനായി മാറുന്നതാണ്. റമദാനിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവനായി മാറുന്നതാണ്. ഈ ആയത്തിൽ നാം ഗാഢമായി ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന് തന്റെ ദാസരോടുള്ള സ്നേഹം നിർഗളിക്കുന്നതായി കാണാവുന്നതാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ പൊരുളും മനസ്സിലാകുന്നു. അള്ളാഹു പറയുകയുണ്ടായി, ആരാണോ ഒരു ചാൺ എന്നോടടുക്കുന്നത് അവനിലേക്ക് ഞാൻ ഒരു മുഴം അടുക്കുന്നതാണ്. ഒരു കൈ ദൂരം എന്നോടടുക്കുന്നവന് അവനിലേക്ക് 2 കൈ ദൂരം ഞാൻ അടുക്കുന്നതാണ്. എന്നിലേക്ക് നടന്നു വരുന്നവന്റെ അടുത്തേക്ക് ഞാൻ ഓടി അടുക്കുന്നതാണ്. അവനോടുള്ള ദാസത്വത്തിന്റെ കടമ നിറവേറ്റാൻ ശ്രമിക്കുകയും അള്ളാഹുവിന്റെ ദാസരിൽ ഉൾപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദാസരോട് അള്ളാഹു ഈ രീതിയിലാണ് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഈ ആയത്തിൽ പറയപ്പെട്ട പ്രത്യേകിച്ച് ഇബാദി എന്റെ ദാസർ എന്ന് പറഞ്ഞതിൽ നിന്നും അള്ളാഹുവിന്റെ സ്നേഹമാണ് പ്രകടമാകുന്നത്. ഇവിടെ അള്ളാഹു എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയ്ക്കും ഞാൻ അടുത്താണെന്ന് ഉത്തരം നൽകുന്നില്ല.
എന്നാൽ അള്ളാഹുവിലേക്ക് നടക്കുന്നതിരിക്കട്ടെ ഒരു ചാൺ പോലും അടുക്കാൻ ആഗ്രഹിക്കാത്തവർ അവന്റെ ദാസരിൽ ഇബാദി എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അള്ളാഹു എല്ലാ മനുഷ്യരെയും സംബോധന ചെയ്തുകൊണ്ടല്ല, അതല്ലെങ്കിൽ ബഷർ എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്, മറിച്ച് യഥാർത്ഥ ദാസനായി തീരാൻ പരിശ്രമിക്കുന്ന ദാസനോടാണ് അള്ളാഹു ഇത് പറയുന്നത്. എങ്ങനെയാണ് യഥാർത്ഥ ദാസനായി തീരുക? അതിനായി നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം കരസ്ഥമാക്കാനായി അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, തങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നവരാണ് എന്റെ ദാസർ. അവർ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് കരസ്ഥമാക്കാനായി രാപ്പകൽ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിലേക്ക് ശ്രദ്ധിക്കുന്നവരാണ് എന്റെ ദാസർ. ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനായിട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റേതായ ദാസരായി തീരാനുള്ള യോഗ്യത എന്നത് ആരാധനയുടെ നിലവാരം ഉയർത്തുക എന്നതാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം റമദാനിൽ മാത്രം അവർ ഓർക്കുമെന്നല്ല പറഞ്ഞത്, മറ്റ് ദിനങ്ങളിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയില്ലെന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായി തീരാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഈ ലക്ഷ്യം മുമ്പിൽ വെക്കേണ്ടതാണ്. നോമ്പ് കാരണം ആത്മീയതയിൽ കൂടുതൽ അഭിവൃദ്ധി കൈവരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രമം നടക്കുമ്പോൾ എന്നെക്കുറിച്ച് ചോദിക്കുന്നവരോട് പറയുക, റമദാനിൽ ഞാൻ ഒന്നുകൂടി അടുത്തു വന്നിരിക്കുന്നു. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് ഞാൻ മുൻ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. എന്റെ ദാസരായി തീരാൻ മുമ്പും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയാൻ വേണ്ടി അള്ളാഹു പറയുന്നു, ഈ ദിനങ്ങളിൽ ഞാൻ പ്രത്യേകിച്ച് ദാസരുടെ അടുത്താണ്. തന്റെ ദാസരുടെ അടുത്തുള്ള അള്ളാഹു ജീവനാടിയേക്കാളും എപ്പോഴും അടുത്തുള്ള അള്ളാഹു. പൊതുവിൽ അള്ളാഹുവിന്റെ ദാസത്വം പൂർണ്ണമായും നിർവഹിക്കാൻ പരിശ്രമിക്കുന്നവർക്ക്, രാത്രിയിൽ തഹജ്ജുദ് നമസ്കാരത്തിനായി എഴുന്നേൽക്കുന്നവർക്ക് അള്ളാഹു ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് വരുന്നു. റമദാനിൽ അള്ളാഹുവിന്റെ ഈ കാരുണ്യവും സ്നേഹവും വളരെയധികം വർദ്ധിക്കുന്നു. ഇതിൽ നിന്നും ഫലമെടുക്കുന്നവർ ഭാഗ്യവാന്മാർ. റമദാനിൽ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനായി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പരിശ്രമം, നോമ്പ് കാരണം പകൽ സമയങ്ങളിൽ ശീലമാക്കി കഴിഞ്ഞ നഫലുകൾ, തഹജ്ജുദിലേക്കുള്ള ശ്രദ്ധ തിരിയൽ, അള്ളാഹുവിന്റെ സാമീപ്യം ദൃശ്യമാകാനായി ചെയ്ത പരിശ്രമം, ഈ ദിനങ്ങൾ ദർശിച്ച സാമീപ്യം, നമസ്കാരത്തിൽ കരസ്ഥമായ കൃത്യനിഷ്ഠത, വിശുദ്ധ ഖുർആൻ പഠിക്കാനും ഗ്രഹിക്കാനുമുള്ള താൽപര്യം,
ദർസ് കേൾക്കുന്നതിലും അതിൽ പങ്കെടുക്കുന്നതിലും ഉണ്ടായിരിക്കുന്ന താൽപര്യം ഇതിനെയെല്ലാം തുടർന്നു കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. തന്റെ ദാസരുടെ ഹൃദയാവസ്ഥ അറിയുന്ന അല്ലാഹു തന്റെ പ്രിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഇങ്ങനെയുള്ള എന്റെ ദാസരോട് പറയുക, ദാസത്വം നിലനിർത്താനുള്ള ഈ പരിശ്രമം നിലനിർത്തും എന്ന് പ്രതിജ്ഞയോടുകൂടി എന്നോട് ചോദിച്ചാൽ റമദാനിൽ മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ സമീപസ്ഥനായിരിക്കും. നിങ്ങൾ താൽക്കാലികമായാണ് ഇതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം വിഫലമാണെന്നും പറയുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനവും അവന്റെ സാമീപ്യവും കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം കരസ്ഥമാക്കാനാണ്. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ യഥാർത്ഥ ലക്ഷ്യം ശ്രദ്ധിക്കാതെ രാപ്പകൽ ദുന്യാവിനെ കരസ്ഥമാക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, എനിക്ക് ഇന്ന സ്ഥലം വാങ്ങണം, ഇന്ന കെട്ടിടമുണ്ടാക്കണം, ഇന്ന സ്വത്ത് സ്വന്തമായിരുന്നുവെങ്കിൽ എന്ന ചിന്തയാണെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിയേക്ക് അള്ളാഹു കുറച്ചുകാലം അവധി നൽകിയതിനു ശേഷം തിരിച്ചു വിളിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക? പറയുന്നു, മനുഷ്യഹൃദയത്തിൽ ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള ഒരു വേദന ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കാരണം ആ വ്യക്തി അള്ളാഹുവിന്റെ മുമ്പിൽ പരിഗണിക്കപ്പെടുന്നവനായിത്തീരുന്നതാണ്. ഈ ഒരു വേദന അവന്റെ ഹൃദയത്തിലില്ലെങ്കിൽ ദുന്യവിയായ കാര്യത്തെക്കുറിച്ചും ഭൗതികതയിൽ മാത്രമുള്ള വേദനയുമാണെങ്കിൽ അവർക്ക് കുറച്ച് അവധി ലഭിച്ചതിനു ശേഷം നശിപ്പിക്കപ്പെടുന്നതാണ്. ദുന്യവിയായ പ്രവർത്തികൾ ചെയ്യേണ്ട എന്നതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് പറയുന്നു, കൃഷിയിടമുള്ള ഒരു വ്യക്തി അതിൽ വിളയിറക്കുന്നില്ലെങ്കിൽ, വ്യാപാരി വ്യാപാരം നടത്തുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റാത്തവരാണ്. അതുകൊണ്ട് ദുന്യവിയായ ജോലികളും കൂടെ വേണം. അതോടൊപ്പം അള്ളാഹുവിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുകയും വേണം. അള്ളാഹു മനുഷ്യനു വേണ്ടി നിർണയിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം മറന്നുപോകരുത്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനായി ഒരു വേദന ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അറിയുന്നതിനായി അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനവും അവന്റെ സാമീപ്യവും കരസ്ഥമാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സാമീപ്യം ലഭിക്കുന്നത് അത് കരസ്ഥമാക്കാനുള്ള വേദന മനുഷ്യരിൽ ഉണ്ടാകുമ്പോഴാണ്. അത് കരസ്ഥമാക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അള്ളാഹു പറയുന്നു, എന്റെ ദാസരെ, ഈ വേദന കരസ്ഥമാക്കാനായി പരിശ്രമിക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസം അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴാണ് ഈ പരിശ്രമം ജീവിത പദത്തിൽ വരുന്നത്. നിങ്ങൾ എന്റെ ഓരോ വാക്കിനും ലബ്ബൈക്ക് പറയുന്നവരായിത്തീരണം. ചുരുങ്ങിയ പക്ഷം സന്മനസ്സോടുകൂടി ഇതിനായി പരിശ്രമിക്കണം. അബ്ദ് യഥാർത്ഥദാസൻ ആയിത്തീരാൻ ആരാധനയോടൊപ്പം മറ്റു കാര്യങ്ങളും പ്രാവർത്തികമാക്കേണ്ടതാണ്. മനുഷ്യൻ ബലഹീനനാണ്. മാനുഷിക വൈകല്യങ്ങൾ കാരണം പോരായ്മകൾ സംഭവിക്കുന്നു. ഈ പോരായ്മകളെക്കുറിച്ച് ഉടനെ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും പ്രവൃത്തിയിൽ കുറവുണ്ടെന്നറിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഉടനെ ശ്രമിക്കേണ്ടതാണ്. തൗബ, ഇസ്തിഗ്ഫാർ എന്നിവയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഈ പോരായ്മകളെ അകറ്റാൻ ശ്രമിക്കേണ്ടതാണ്. ഈ റമദാനിൽ നന്മ ചെയ്ത് ബാക്കി വർഷം മുഴുവനും ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കാം എന്ന ചിന്ത ഉണ്ടാകരുത്. അങ്ങനെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ മറന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അടുത്ത റമദാൻ വന്നാൽ വീണ്ടും അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനായി തീരാം എന്ന് കരുതരുത്.
സൃഷ്ടികളോടുള്ള കടമകളും സൃഷ്ടാവിനോടുള്ള കടമകളും നിറവേറ്റുന്നതിൽ ഇനി അപ്പോൾ ശ്രമിക്കാമെന്നും കരുതിയിരിക്കരുത്. അള്ളാഹു നോമ്പിനോടൊപ്പം മറ്റൊരു കൽപ്പന വച്ചിട്ടുള്ളത് എന്റെ കൽപ്പനകൾ നിങ്ങളും പാലിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അതല്ലാതെ അടുത്ത റമദാനെ കാത്തിരിക്കലല്ല. അടുത്ത റമദാൻ വരെ ഈ റമദാനിലെ നന്മകൾ നിലനിർത്തുകയാണെങ്കിൽ പ്രയോജനമുണ്ടാകുന്നത്. അതല്ലാതെ ഈ റമദാനിൽ മാത്രം നന്മ ചെയ്ത് ഇനി അടുത്ത റമദാനിൽ ചെയ്യാം എന്ന് കരുതി നന്മയെ കൈവിട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കാൻ നാം ശ്രമിച്ചിട്ടില്ല. അള്ളാഹു ഇബാദി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച സജ്ജനങ്ങളുടെ ഗണത്തിൽ നാം ഉൾപ്പെടുന്നതല്ല. അതുകൊണ്ട് അബ്ദായിത്തീരുക എന്ന പ്രവർത്തനം അല്പം ദിവസങ്ങളുടെയോ മാസങ്ങളുടെയോ പ്രവൃത്തിയല്ല. ഇതിന് നിരന്തരമായ പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. റമദാനിൽ ഒരു വിശ്വാസിക്ക് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നു. അതുകൊണ്ടാണ് നോമ്പിനോടൊപ്പം പ്രത്യേകിച്ച് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇസ്ലാഹിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഇതിൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായിത്തീരുന്നത് എങ്ങനെ? സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കാൻ എങ്ങനെ പരിശ്രമിക്കണം? ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗതൻ വനഹ്നു ലഹു ആബിദൂൻ. അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കുക. നിറത്തിൽ ഉത്തമനായത് അള്ളാഹുവിനേക്കാൾ മറ്റാരാണുള്ളത്? നമ്മൾ അവനെ തന്നെ ആരാധിക്കുന്നവരാണ്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കുന്നതിനും അവന്റെ ഗുണങ്ങൾ തങ്ങളിൽ ഉണ്ടാക്കുന്നതിനുമായി പരിശ്രമിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ആബിദായിത്തീരുന്നത്, ദാസനായിത്തീരുന്നത്. ഭൗതിക ബന്ധങ്ങളിൽ സ്നേഹത്തിന്റെ ബന്ധങ്ങളും രക്തബന്ധങ്ങളും എല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. അടിമ ഉടമയുടെ ഇഷ്ടം തന്നിൽ നടപ്പിൽ വരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ അതിനായി പരിശ്രമിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബന്ധങ്ങളിൽ ചിലപ്പോൾ പ്രകടനാത്മകത ഉണ്ടായെന്ന് വരും, പൂർണ്ണമായും ഫലപ്രദമാണെന്ന് വരില്ല. ഇത് സംബന്ധമായ പല കഥകളും പ്രസിദ്ധമാണ്. ഒരു രാജാവിന് ഒരു സേവകനുണ്ടായിരുന്നു. രാജാവിന് എവിടെ നിന്നോ വൈതനങ്ങയുടെ കറി ഉണ്ടാക്കി കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് വളരെയധികം പ്രശംസിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അത് തന്നെ അദ്ദേഹം ഭക്ഷിക്കാൻ തുടങ്ങി. രാജസേവകൻ അതിനെ അമിതമായി പ്രശംസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവ് നിത്യവും ഇത് എല്ലാ ഭക്ഷണത്തിനുമൊപ്പം കഴിച്ചതു കാരണം അദ്ദേഹം രോഗിയായി. പിന്നീട് രാജാവ് ഇതിനെ ഇകഴ്ത്തി പറയാൻ തുടങ്ങി. അപ്പോൾ ഭൃത്യനും ഇതിനെ ഇകഴ്ത്തി പറയാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ആദ്യം നീ ഇതിനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞല്ലോ, ഇതിന്റെ മേന്മ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിനെ ഇകഴ്ത്തി പറയാൻ കാരണമെന്താണ്? അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, യജമാനരെ, ഞാൻ താങ്കളുടെ ഭൃത്യനാണ്, ഈ വൈതനങ്ങയുടെ ഭൃത്യനല്ല. ഇതിനെയല്ല നിറം സ്വീകരിക്കുക എന്ന് പറയുന്നത്. ആ ഭൃത്യൻ ഉടമസ്ഥന്റെ നിറം സ്വീകരിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിന്റെ നിറം സ്വായത്തമാക്കുമ്പോൾ മനുഷ്യന്റെ ഇരുലോകവും ശരിയായിത്തീരുന്നതാണ്. ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കുന്നവൻ ഇരുലോകവും നേടുന്നവനായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ സ്വായത്തമാക്കിക്കൊണ്ട് ഒരു ദാസൻ അള്ളാഹുവിന്റെ സാമീപ്യം പ്രാപിക്കുന്നു. ഒരു വിശ്വാസി ഈ നിറമാണ് തന്നിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അവൻ കരസ്ഥമാക്കുന്നു. അള്ളാഹുവിന്റെ ദാസനായി തീരണമെങ്കിൽ
അള്ളാഹുവിന്റെ സിഫത്തുകളുടെ പ്രതിരൂപമായി തീരാൻ ഒരു വിശ്വാസി ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാൻ പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് ശരിയായ രീതിയിൽ അള്ളാഹുവിന്റെ ദാസനായി മനുഷ്യൻ മാറുന്നത്. അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കാൻ പരിശ്രമിക്കുക എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അവന്റെ ഗുണങ്ങളുടെ പ്രതിരൂപമായി തീരാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം അതിനുള്ള കഴിവുകൾ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നാണ്. അവരവരുടെ വൃത്തത്തിൽ അവർക്കത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. മനുഷ്യന് അവന്റെ വൃത്തത്തിനകത്ത് മാലിക്കീയത്തിന്റെ പ്രകടനം കാഴ്ചവെക്കാവുന്നതാണ്. റഹ്മാനിയത്തിന്റെ നിറവും സ്വീകരിക്കാവുന്നതാണ്. റഹീമിയത്തിന്റെയും റുബൂബിയത്തിന്റെയും നിറം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. സത്താർ എന്ന രൂപം അവന് പ്രകടമാക്കാൻ സാധിക്കും. വഹാബിയത്തിന്റെ നിറവും സ്വീകരിക്കാവുന്നതാണ്. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട്. പലരും ഈ സിഫത്തുകൾ പ്രകടമാക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഗുണങ്ങളുടെ പ്രതീകങ്ങളാകണം എന്ന നിയ്യത്തോടുകൂടി ആയിരിക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രീതിയും സ്നേഹവും ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്നത് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ ഈ ഗുണങ്ങൾ പ്രകടമാക്കേണ്ടത് നിർബന്ധമാണെന്ന് കരുതി അവനിലൂടെ ഈ സിഫത്തുകൾ പ്രകടമാക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഈ സിഫത്തുകൾ സ്വീകരിക്കേണ്ടത് നിർബന്ധമാണെന്ന് അവൻ കരുതുന്നു. മനുഷ്യത്വത്തെ തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഈ സിഫത്തുകൾ ആവശ്യമാണെന്നും തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം കരസ്ഥമാക്കാൻ ഈ സിഫത്തുകൾ പ്രകടമാക്കേണ്ടതും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിറം സ്വായത്തമാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രതിഫലത്തിന് കാരണമായിത്തീരുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ പ്രീതിയെ ആകർഷിക്കുന്നതായിത്തീരുന്നതാണ്. അള്ളാഹുവിന്റെ നിറം സ്വീകരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം പറയുന്നത്, എന്റെ ദാസരെ, നിങ്ങൾ ഇപ്രകാരം പ്രഖ്യാപിക്കുക, വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവനെ തന്നെ ആരാധിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ സ്വീകരിക്കുന്നതും അവന്റെ നിറം സ്വീകരിക്കുന്നതും നാം അവന്റെ ദാസരായതുകൊണ്ടാണ്. അവന്റെ പ്രീതി നമുക്ക് വേണം. അവന്റെ ദാസത്വമാണ് നമുക്ക് അമൂല്യമായിട്ടുള്ളത്. അവനെ ആരാധിക്കുന്നവരാണ് നാം. അവന്റെ കൽപ്പനകളനുസരിച്ച് ജീവിതം നയിക്കുന്നവരും നയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് നാം. അതുകൊണ്ട് ഈ ജീവിതം ഒരു മാസം മാത്രമല്ല ഞങ്ങൾ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും തന്നെ ഈ രീതിയിൽ കഴിച്ചുകൂട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പവിത്രമായ മാതൃക നിലനാട്ടിക്കൊണ്ട് ഈ റമദാനിലൂടെ കഴിഞ്ഞുകടക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ സിഫത്തുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ റമദാനിലൂടെ നാം കഴിഞ്ഞുകടക്കുന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് ഈ റമദാനെ നാം കഴിച്ചുകൂട്ടുന്നതാണ്. അള്ളാഹുവിനോടുള്ള ആരാധനയുടെ തേട്ടം പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ റമദാനിലൂടെ നാം കഴിഞ്ഞുകടക്കുന്നതാണ്. ഈ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ റമദാനുമായി ബന്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അതിനായി പരിശ്രമിക്കുന്നതാണ്. ഇതെല്ലാം ആയി കഴിഞ്ഞാൽ ഫൈനി ഖരീബ് എന്ന സുവാർത്ത കേൾക്കുന്നവരായി നാം മാറും. ഉജീബു ദഅവത ദാഇ ഇസാ ദഅൻ, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണെന്ന കാഴ്ചയും നാം കാണുന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥാനം കരസ്ഥമാക്കാനായി നാം പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ദുആയുടെ പരിധി വെറും ഭൗതിക നേട്ടത്തിൽ മാത്രം പരിമിതമാകരുത്, മറിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകളെ നമ്മിൽ നടപ്പിൽ വരുത്തിക്കൊണ്ട് സൃഷ്ടികളോടുള്ള കടമാപാലനത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുകയും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള നന്മകൾ സ്വായത്തമാക്കുന്നതിലേക്ക്
ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു ഫൽയസ്തജീബുലി, എന്റെ വിളിക്കും ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയുടെ ശ്രദ്ധയെ തന്റെ കൽപ്പനകളിലേക്കും ക്ഷണിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് തന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്ന് ഉണർത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ പൂർണ്ണ വിശ്വാസിയായിത്തീരുന്നത്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നവരിൽ ഏതേതെല്ലാം ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്നും സൃഷ്ടികളോടുള്ള കടമയുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്നും എന്നതിനെക്കുറിച്ച് അല്പം ഞാൻ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, വിശ്വാസികളെക്കുറിച്ച് പറയുന്നു, തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസർ നന്മയെക്കുറിച്ച് ഉപദേശിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്നവരാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവർ സ്വയം നന്മ പ്രവർത്തിക്കുന്നവരും തിന്മയിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരാൻ പരിശ്രമിക്കുമ്പോൾ സ്വയം ആത്മപരിശോധനയ്ക്ക് തന്നെ വിധേയനാക്കുന്നതാണ്. സ്വയം ആത്മപരിശോധന നടത്തുക എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകളിലേക്കും അതിനെ സ്വാംശീകരിക്കുന്നതിലേക്കും നമ്മെ എത്തിക്കുന്നത്. ഈ പ്രവൃത്തിയെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു വിശ്വാസിയിൽ അർപ്പിതമാകുന്നത്. റമദാനിൽ മറ്റു ദിനങ്ങളെ അപേക്ഷിച്ച് ദൈവഭയം മനുഷ്യൻ കൂടുതൽ ഉണ്ടാക്കുന്നു. അതോടൊപ്പം ഒരാത്മപരിശോധനയ്ക്ക് മനുഷ്യൻ തന്നെ വിധേയനാക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ, അവന്റെ ദാസനായി തീരാനുള്ള അർത്ഥന നടത്തുന്നവന്റെ ഗുണനിലവാരം എത്രമാത്രമായിരിക്കണമെന്നാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പവിത്രമായ മാറ്റം വരുത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിയുന്നതാണ്. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശത്തെയും എപ്പോഴും മുമ്പിൽ കാണേണ്ടതാണ്. പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അള്ളാഹുവിന്റെ പക്കൽ വലിയ പാപമാണ്. ഈ ദിനങ്ങളിൽ നമുക്ക് ഒരാത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിലെയും ഭാരവാഹികളോടും കീഴ്ഘടകങ്ങളിലെയും കേന്ദ്ര വിഭാഗത്തിലെയും ഭാരവാഹികളോടും ഞാൻ പറയുന്നത്, എല്ലാവരും ഒരാത്മപരിശോധന നടത്തുക. വഖഫെ ജിന്ദഗികളും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പൊതുവിൽ ഓരോ അഹ്മദിയും ആത്മപരിശോധന നടത്തുക. നാം ഉപദേശിക്കുമ്പോൾ അതിന്റെ പ്രതികരണം നമ്മുടെ ജീവിതത്തിലും പ്രകടമാണോ? നന്മയെ ഉപദേശിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നതിനാണ് ഒരു സാധാരണ വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ സൃഷ്ടിച്ചതെങ്കിൽ ഇതിനായി നിയോഗിക്കപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. നമ്മുടെ നിയ്യത്തുകൾ സംശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരവാദിത്തങ്ങൾ ശരിക്കും നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ കൽപ്പനയും അനുസരിച്ച് പ്രവർത്തിക്കാൻ പൂർണ്ണമായും പരിശ്രമിക്കുമ്പോഴായിരിക്കും ഇത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. ഭാരവാഹികളുടെ ആരാധനയുടെ നിലവാരം റമദാനിൽ മാത്രമാണ് ഉയർന്നതെങ്കിൽ സാധാരണ ദിനങ്ങളിൽ ഇല്ലെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും അന്തരം പ്രകടമായിരിക്കും. ഇത് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല. ഞാൻ എല്ലാ മീറ്റിംഗുകളിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ ഭാരവാഹികളും ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അവരെല്ലാം തങ്ങളുടെ ആരാധനാ നിലവാരം ഉയർത്തുകയാണെങ്കിൽ പള്ളിയിൽ വരാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ള ഹാജർ നിലയേക്കാൾ പള്ളിയിലെ ഹാജർ നില തന്നെ 2-3 മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഇക്കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ അള്ളാഹുവിന്റെ മറ്റു കൽപ്പനകളിലേക്കും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് കാരണം പല പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കപ്പെടുന്നതായിരിക്കും. പ്രവർത്തന പദത്തിൽ കൊണ്ടുവരേണ്ട പല കൽപ്പനകളുമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് വിശുദ്ധ ഖുർആനിൽ വരുന്നു, നിങ്ങൾക്കെതിരിലോ പ്രിയപ്പെട്ടവർക്കെതിരിലോ മാതാപിതാക്കൾക്കെതിരിലോ അടുത്ത ബന്ധുക്കൾക്കെതിരിലോ സാക്ഷി പറയേണ്ടി വന്നാലും
സാക്ഷി പറഞ്ഞുകൊണ്ട് നീതിയെ ശക്തമായ നിലയിൽ നിലനാട്ടുക എന്നതാണ്. നാം പരിശോധിക്കുകയാണെങ്കിൽ പൊതുവിൽ ഈ ഒരു നിലവാരം നമ്മിൽ കാണില്ല. ഒരു ഭാഗത്ത് നാം ദുആ സ്വീകാര്യതയുടെ അടയാളം കാണാൻ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിന്റെ ദാസരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സാക്ഷി പറയേണ്ടി വരുമ്പോൾ തന്റെ ബന്ധുക്കളെ പിടിക്കപ്പെടുന്നതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ നാമും നമ്മുടെ ബന്ധുക്കളും രക്ഷപ്പെട്ട് മറ്റുള്ളവരെ കുടുക്കാൻ ശ്രമിക്കുന്നതായി കണ്ടുവരുന്നു. ചില സന്ദർഭങ്ങളിൽ ഭാരവാഹികളെ കുറിച്ച് പരാതിപ്പെടുന്നവർ എനിക്ക് ഇപ്രകാരം എഴുതാറുണ്ട്: താങ്കൾ ഇന്ന ഭാരവാഹിയെക്കുറിച്ച് ജമാഅത്തിൽ ഈ പരാതിയുണ്ടെന്ന് താങ്കൾ ഓർമ്മപ്പെടുത്തുന്നു. അതല്ലെങ്കിൽ ജൽസയിലും മറ്റും ഇന്ന കുറവുകളുണ്ടെന്ന് പറയുമ്പോൾ പൊതുവിൽ ആ ഭാരവാഹിയോ ആ വകുപ്പോ ഇസ്ലാഹിന് പരിശ്രമിക്കുന്നതിന് പകരം ഈ പരാതി ആരാണ് നൽകിയത് എന്നാണ് അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതായിരുന്നില്ല അവർ ചെയ്യേണ്ടത്. പരാതി നൽകിയത് ആരാണെന്ന് അന്വേഷിക്കുക അല്ല നിങ്ങൾ വേണ്ടത്. അത് നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല. വല്ല കുറവും ന്യൂനതയും പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ തന്നെയും ഇസ്തിഗ്ഫാർ ചെയ്യുക. ചെയ്യാത്ത തെറ്റുകൾ മൂലമുള്ള ശിക്ഷയിൽ നിന്നും അല്ലാഹു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ശരിയായ റിപ്പോർട്ട് എന്താണെന്ന് നൽകുക. അതിനുശേഷം പരാതിപ്പെട്ട വ്യക്തിക്ക് എങ്ങനെ എന്ത് മറുപടി നൽകണം എന്നതും നൽകണമോ എന്നതും എല്ലാം തീരുമാനിക്കേണ്ടത് എന്റെ ജോലിയാണ്. ഊമക്കത്തുകളാണെങ്കിൽ അതിനെ ജമാഅത്ത് പൊതുവിൽ പരിഗണിക്കാറില്ല. ചുരുക്കത്തിൽ ഭാരവാഹികൾ തങ്ങളുടെ പ്രതിജ്ഞകളെയും അമാനത്തുകളെയും ശരിയാവണ്ണം പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യസാക്ഷ്യം നൽകുക എന്നത് ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പരിഹരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അതല്ലാതെ പരാതിപ്പെട്ടവനെ തിരഞ്ഞുപിടിക്കുക എന്നല്ല. പരാതിപ്പെട്ട വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെളിപ്പെടുത്തുന്നതാണ്. പൊതുവിൽ ഞാൻ പറയാറുമുണ്ട്, എന്നാൽ മറ്റൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് പരാതിപ്പെട്ടവനെ ഒതുക്കിക്കളയാനായി പിന്നീട് ശ്രമിക്കുന്നു എന്നാണ്. ഇതും തഖ്വയിൽ നിന്നും അകന്ന പ്രവൃത്തിയാണ്. അമാനത്തുകളുടെയും പ്രതിജ്ഞകളുടെയും ശരിയായ നിറവേറ്റലല്ലേ ഇത്. അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ശരിയായ പ്രവൃത്തി അല്ല ഇത്. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരവാഹികളിൽ മാത്രം പരിമിതമല്ല ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ. അള്ളാഹുവിന്റെ അബദായി തീരാൻ വേണ്ടി അവന്റെ എല്ലാ കൽപ്പനകളും നടപ്പിൽ വരുത്താൻ ഓരോ അഹ്മദിയും ശ്രമിക്കേണ്ടതാണ്. തങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കാനായി പരിശ്രമിക്കുക, തങ്ങളിൽ വിനയമുണ്ടാക്കുക, തങ്ങളുടെ ഉള്ളിലുള്ള അഹംഭാവത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ബിംബങ്ങളെ തച്ചുടക്കുക, സത്യത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുക, വിട്ടുവീഴ്ചയുടെയും ക്ഷമിച്ചു കൊടുക്കുന്നതിന്റെയും ശീലമുണ്ടാക്കുക, പരദൂഷണത്തിൽ നിന്നും ഏഷണിൽ നിന്നും രക്ഷപ്പെടുക, അമാനത്തുകളുടെ കർത്തവ്യം നിറവേറ്റാൻ ശ്രമിക്കുക, നീതി നടപ്പിൽ വരുത്തുക മാത്രമല്ല അതിനേക്കാളും കൂടുതൽ ഇഹ്സാൻ ചെയ്യുക. തുടർന്ന് ഈ തായിദുൽ ഖുർബായുടെ അവസ്ഥ കൈവരിക്കുക. ഒരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുക. തങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ കാണുന്നവരോടും അയൽവാസികളോടും നല്ല രീതിയിൽ പെരുമാറുക. ഇതും ഇസ്ലാമിന്റെ അതിപ്രധാനമായ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആന്റെ സുപ്രധാന കൽപ്പനയാണ്. അയൽവാസികളെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വിശദീകരണവും ആ മഹാത്മാവ് അതിന് നൽകിയ വൈപുല്യവും നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിടയിലുള്ള പിണക്കങ്ങളും ഇല്ലാതാകുന്നതാണ്. ഒരു വീടല്ല, 100 വീടല്ല, അടുത്ത പട്ടണങ്ങൾ കടന്ന് അടുത്ത നാട് വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നതാണ്. മറ്റുള്ളവരോടുള്ള കടമ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ്. ഏഷണിയിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുന്നതാണ്.
പരദൂഷണത്തിന്റെ ശീലം ഇല്ലാതായിത്തീരുന്നതാണ്. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നുന്നതിനോടാണ് ഇതിനെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരദൂഷണം എന്തുമാത്രം വലിയ പാപമാണ്. അതിനാൽ പരദൂഷണം പറയൽ എത്രമാത്രം വെറുക്കപ്പെട്ടതാണെന്ന് നോക്കുക. എന്നാൽ നമ്മളിൽ പലരും തന്നെ ഒന്നും ചിന്തിക്കാതെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ ഇതിൽ നിന്നും പിന്തിരിക്കുമ്പോൾ അവർ പറയാറുള്ളത്, ഈ ന്യൂനതയെല്ലാം അവരിൽ ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് എന്നാണ്. ചില സദസ്സുകളിൽ ഇരുന്നും വീടുകളിൽ ഇരുന്നും ഭാരവാഹികളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു, അവരുടെ ന്യൂനതകൾ വെളിപ്പെടുത്തുന്നു. ഇത് തെറ്റാണ്. ഇതും പരദൂഷണത്തിന്റെ വകുപ്പിൽപ്പെടുന്നതാണ്. ഞങ്ങൾ പറയുന്നത് കളവല്ലെന്നും അവരിൽ ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നതെന്നും അവർ പറയുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ സഹോദരനിൽ ഈ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അവരുടെ അസാന്നിധ്യത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ഇത് തന്നെയാണ് പരദൂഷണം എന്ന് പറയുന്നത്. അവരിൽ ന്യൂനത ഇല്ലാതിരിക്കുകയും എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ അത് കറ്റുകെട്ടാണ്. അതിനാൽ ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതും നമുക്ക് നിർബന്ധമാണ്. നന്മയെ സ്വായത്തമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മാത്രമേ നന്മയെ ഉപദേശിക്കുന്നവരിലും തിന്മയിൽ നിന്ന് തടയുന്നവരിലും നാം ഉൾപ്പെടുകയുള്ളൂ. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും നാം നടപ്പിൽ വരുത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരായി നാം മാറുന്നത്. ആദ്യം നാം സ്വയം ഇസ്ലാഹ് വരുത്തുക, അതിനുശേഷം ദുനിയാവിനെ ശരിയാക്കുക. ഇതാണ് നമ്മുടെ ജോലി. അപ്പോഴാണ് നാം വൽയുമിനു ബി എന്നിൽ വിശ്വസിക്കുക എന്നതിന് പാത്രമായി തീരുക. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായിരിക്കുകയില്ല. അല്ലാഹു തആല ഫൽയസ്തജീബു ലി എന്ന് പറഞ്ഞതിനു ശേഷം യുമിനു ബി എന്ന് പറയുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്കും ഓരോ പ്രവർത്തനവും തന്റെ വിശ്വാസത്തെ പൂർണ്ണതയിലെത്തിക്കുമെന്നും വിവരിക്കുന്നു. എല്ലാ പ്രവർത്തനവും അവന്റെ ദാസത്വത്തിൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നാം പൂർണ്ണമായും പരിശ്രമിക്കേണ്ടതാണ്. ഈ റമദാനിലെ അവസാന നാളുകളിൽ ഇപ്രകാരം പ്രതിജ്ഞ എടുക്കുക: ഞങ്ങളുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥയെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ റമദാനിൽ നാം ദർശിച്ച അനുഗ്രഹങ്ങളെ അതിനെ എപ്പോഴും നിലനിർത്താൻ പരിശ്രമിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഫദ്ലിനെ ആകർഷിക്കാനായി പരിശ്രമിക്കുന്നതാണ്. പരിശ്രമിച്ചുകൊണ്ടേ പോകുന്നതാണ്. ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരായിത്തീരാൻ പൂർണ്ണമായും പരിശ്രമിക്കുന്നതായിരിക്കും. അല്പം ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ പരിപൂർണമായും പരിശ്രമിക്കുന്നതാണ്. ദൈവസാമീപ്യം കരസ്ഥമാക്കാനുള്ള ഈ പരിശ്രമം റമദാനു ശേഷവും തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു നമുക്കിതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.